ഹായ് എവരിവൺ, നമുക്കിന്ന് മെർജ് ടു സോർട്ടഡ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് ലിങ്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടാവും. ഈ രണ്ട് ലിങ്ക് ലിസ്റ്റും സോർട്ടഡ് ആയിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ട് ലിങ്ക് ലിസ്റ്റിനെയും മെർജ് ചെയ്തിട്ട് സോർട്ടഡ് ആയ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. 5, 10, 15 ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലിങ്ക് ലിസ്റ്റ്. 2, 3, 20, 30 ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലിങ്ക് ലിസ്റ്റ്. ഈ രണ്ട് ലിങ്ക് ലിസ്റ്റും യൂസ് ചെയ്തിട്ട് സോർട്ടഡ് ആയ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. 2, 3, 5, 10, 15, 20 ഈ രണ്ട് ലിങ്ക് ലിസ്റ്റിലെയും എല്ലാ എലമെൻസും യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സോർട്ടഡ് ആയ ഈ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് രണ്ട് പോയിന്റേഴ്സ് ഉണ്ടായിരിക്കും, L1ഉം L2ഉം. L1 പോയിന്റ് ചെയ്യുക ആദ്യത്തെ ലിങ്ക് ലിസ്റ്റിൻ്റെ ഹെഡ് നോഡിലോട്ടായിരിക്കും. L2 പോയിന്റ് ചെയ്യുക രണ്ടാമത്തെ ലിങ്ക് ലിസ്റ്റിൻ്റെ ഹെഡ് നോഡിലോട്ടായിരിക്കും. പിന്നെ നമ്മൾ ഒരു ഡമ്മി നോഡ് അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ -1 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് ഇനിഷ്യലി നണ്ണായിരുന്നു. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഈ L1 പോയിന്റ് ചെയ്യുന്ന നോഡിൻ്റെ വാല്യൂയും L2 പോയിന്റ് ചെയ്യുന്ന നോഡിൻ്റെ വാല്യൂയും കമ്പയർ ചെയ്തിട്ടാണ്. എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറയാം. L1 ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് 5ലോട്ടും L2 പോയിന്റ് ചെയ്യുന്നത് 2ലോട്ടുമാണ്. 2 ആണോ 5 ആണോ ചെറുത്? 2 ആണ്. അന്നേരം 2നെ നമ്മൾ ഈ -1ൻ്റെ നെക്സ്റ്റിലോട്ട് വെക്കും. എന്നിട്ട് L2നെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. ഇനി നമ്മൾ ഈ 5യെയും 3യെയും കമ്പയർ ചെയ്യും. ഏതാ ചെറുത്? വീണ്ടും 3 ചെറുത്. 3 ചെറുതാവുമ്പോൾ നമ്മൾ 3യെ 2ൻ്റെ നെക്സ്റ്റിലോട്ട് വെക്കും. ഇനി നമ്മൾ L2നെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. ഇനി വീണ്ടും നമ്മൾ L1ഉം L2ഉം പോയിന്റ് ചെയ്യുന്ന നോട്ട്സ് കമ്പയർ ചെയ്യും. 5ഉം 20ഉം ഏതാ ചെറുത്? 5 അല്ലേ? അന്നേരം 5യെ 3ൻ്റെ നെക്സ്റ്റിലോട്ട് നമ്മൾ വെക്കും. എന്നിട്ട് L1നെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. ഇനി നമ്മൾ L1നെയും L2നെയും കമ്പയർ ചെയ്തു. അന്നേരം L1 പോയിന്റ് ചെയ്യുന്ന വാല്യൂ ആണോ L2 പോയിന്റ് ചെയ്യുന്ന വാല്യൂ ആണോ ചെറുത്? ഇവിടെ 10ഉം 20ഉം ഉള്ളത്. 10 ആണ് ചെറുത്. അന്നേരം 5ൻ്റെ നെക്സ്റ്റിലോട്ട് നമ്മൾ 10നെ വെക്കും. ഇനി L1നെ നമ്മൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. L1ഉം L2ഉം നമ്മൾ വീണ്ടും കമ്പയർ ചെയ്യുന്നു. 15 ആണോ 20 ആണോ ചെറുത്? 15 അല്ലേ? അന്നേരം 10ൻ്റെ നെക്സ്റ്റിലോട്ട് നമ്മൾ 15നെ വെച്ചു. ഇപ്പം L1 നണ്ണായി. നമ്മൾ ആദ്യത്തെ ലിസ്റ്റിലെ എല്ലാ നോട്ട്സിനെയും പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ L2 ഇപ്പം നണ്ണല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ഫസ്റ്റ് ലിസ്റ്റിലെ എല്ലാ നോട്ട്സിനെയും പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ലിസ്റ്റിൽ ഇനിയും നോട്ട്സ് ബാക്കിയുണ്ട്. അന്നേരം L2 പോയിന്റ് ചെയ്യുന്ന ആ നോഡ് തൊട്ട് എൻഡ് ഓഫ് സെക്കൻഡ് ലിസ്റ്റ് വരെ നമ്മൾ ഈ 15 കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യും. 15 കഴിഞ്ഞ് 20, 30 ഇതായിരിക്കും നമ്മൾ ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന ലോജിക്ക്. നമുക്ക് ഇതിൻ്റെ കോഡ് നോക്കാം. ഡെഫ് മെർജ് ടു ലിസ്റ്റ് L1, L2. L1 ഹെഡ് ഓഫ് ഫസ്റ്റ് ലിങ്ക് ലിസ്റ്റും L2 ഹെഡ് ഓഫ് സെക്കൻഡ് ലിങ്ക് ലിസ്റ്റുമാണ്. ഡമ്മി നോട്ട് ഈക്വൽ ടു ലിസ്റ്റ് നോട്ട് -1. നമ്മൾ ഈ താഴെ കണ്ട ഈ -1 എന്ന് പറഞ്ഞ ഈ നോഡ് ഇതൊരു ഡമ്മി നോഡാണ്. നമുക്ക് ഈ മെർജിങ് എളുപ്പമാക്കാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നത്.
കറണ്ട് ഈക്വൽ ടു ഡമ്മി നോട്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റർ. നമ്മൾ -1 എന്ന് പറഞ്ഞാൽ ഈ ഡമ്മി നോഡിലോട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. വൈൽ L1 ആൻഡ് L2. L1 എന്ന് പറഞ്ഞാൽ ആ പോയിന്ററും L2 എന്ന് പറഞ്ഞാൽ ആ പോയിന്ററും ഉള്ളപ്പോൾ, എന്ന് വെച്ചാൽ രണ്ടും ഉള്ളപ്പോൾ. ഇഫ് L1 ഡോട്ട് വാൽ ലെസ് ദാൻ L2 ഡോട്ട് വാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പാരിസൺ L1 L2 നമ്മൾ കമ്പയർ ചെയ്ത് മൂവ് ചെയ്യില്ലായിരുന്നു L1നെ L2നെ. അന്നേരം L1 ഡോട്ട് വാൽ ലെസ് ദാൻ L2 ഡോട്ട് വാൽ ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? നമ്മൾ ഈ താഴെ കണ്ട ഈ ലിസ്റ്റിൻ്റെ നെസ്റ്റിലോട്ട് L1നെ ആയിരിക്കില്ലേ വെക്കുക. അതിൻ്റെ നെസ്റ്റിലോട്ട് നമ്മൾ L1നെ വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ L1നെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു. അതാണ് ഇവിടെ കണ്ട L1 ഈക്വൽ ടു L1 ഡോട്ട് നെസ്റ്റ്. എൽസ് കറണ്ട് ഡോട്ട് നെസ്റ്റ് ഈക്വൽ ടു L2. ഇല്ലെങ്കിൽ നമ്മൾ L2 ആണ് ലെസ് ദാൻ എന്ന് മനസ്സിലാക്കി. എന്നിട്ട് കറണ്ടിൻ്റെ നെസ്റ്റിലോട്ട് L2നെ വെച്ചു. അത് കഴിഞ്ഞ് L2ൻ്റെ പോയിന്ററിനെ, L2 എന്ന് പറഞ്ഞ ആ പോയിന്ററിനെ ഫ്രണ്ടിലോട്ട് നമ്മൾ മൂവ് ചെയ്തു. കറണ്ട് ഈക്വൽ ടു കറണ്ട് ഡോട്ട് നെസ്റ്റ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ -1 കഴിഞ്ഞ് 2നെ വെച്ചു. ഇപ്പോഴും കറണ്ട് ഇവിടെയാണല്ലോ നിൽക്കുന്നത്. നമ്മളെപ്പോഴും കറണ്ടിൻ്റെ നെസ്റ്റിലോട്ടല്ലേ അടുത്ത നോഡിനെ വെക്കുക. അന്നേരം ഈ കറണ്ടിനെ മൂവ് ചെയ്യണ്ടേ അടുത്ത നോഡിലോട്ട്. അതാണ് ഈ സ്റ്റെപ്പിൽ സംഭവിച്ചത്. ഇഫ് L1 കറണ്ട് ഡോട്ട് നെസ്റ്റ് ഈക്വൽ ടു L1. ഇഫ് L2 കറണ്ട് ഡോട്ട് നെസ്റ്റ് ഈക്വൽ ടു L2. രണ്ടിനും ഈക്വൽ നമ്പർ ഓഫ് നോഡ്സ് ഉള്ള ടൈം പീരീഡ് വരെ, അതായത് വൈൽ L1 ആൻഡ് L2 ഉള്ളിടത്തോളം കാലം ഇത്രയും പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഏതേലും ഒരു ലിങ്ക് ലിസ്റ്റ് ക്രോസ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു ചെക്ക നമ്മൾ ഈ ഒരു പാർട്ടിൽ കണ്ടത്. L1 ബാക്കിയുണ്ടെങ്കിൽ കറണ്ട് ഡോട്ട് നെസ്റ്റ് ഈക്വൽ ടു L1. L2 ബാക്കിയുണ്ടെങ്കിൽ കറണ്ട് ഡോട്ട് നെസ്റ്റ് ഈക്വൽ ടു L2. എന്നിട്ട് ഫൈനലി നമ്മൾ റിട്ടേൺ ചെയ്യും ഡമ്മി നോട്ട് ഡോട്ട് നെസ്റ്റ്. അതായിരിക്കും ഫൈനലി നമുക്ക് കിട്ടുന്ന ഈ ലിങ്ക് ലിസ്റ്റിൻ്റെ ഹെഡ്. ഡമ്മി നോട്ട് ഡോട്ട് നെസ്റ്റ് എന്ന് വെച്ചാൽ ഈ 2ലോട്ടുള്ള പോയിന്റർ നമ്മൾ റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് M+N ആണ്. M നോട്ട്സ് ആണ് ഫസ്റ്റ് ലിസ്റ്റിലുള്ളതെങ്കിൽ N നോട്ട്സ് ആണ് സെക്കൻഡ് ലിസ്റ്റിലുള്ളതെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് M+N ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്.